സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഇന്ന് ഹോസാന ഞായറാഴ്ചയാണ്. ഹോസന്ന, ആ വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. ഹോസന്ന എന്ന് പറഞ്ഞാൽ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ഹോസന്ന എന്ന വാക്കിൻ്റെ അർത്ഥം. അതായത് രക്ഷകനായി ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തുവിനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെ പ്രവചിക്കപ്പെട്ട പ്രവചനങ്ങൾ നിറവേർന്ന് രക്ഷകനായി ഭൂമിയിലേക്ക് വന്ന യേശുവിനെ അവർ ജെറുസലേം ദേവാലയത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോവുകയാണ്. നമ്മളുടെ ആത്മാവിലേക്ക് ക്രിസ്തുവിനെ ആനയിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഒരു പഴയ നിയമ പ്രതീകമാണ് ഹോസന്ന. നമുക്കറിയാം, യേശു ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വളരെ വിനീതനായിട്ടാണ് അല്ലേ. ഒരു കഴുതയുടെ പുറത്താണ്, കുതിരപ്പുറത്തല്ല, കഴുതയുടെ പുറത്താണ് യേശു വന്നത്. വളരെ വിനീതനായെന്ന് പറയുന്നത് യേശുവിൻ്റെ സ്വഭാവമാണ്, ദൈവിക സ്വഭാവമാണ്. നമ്മളും അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹോസന്ന, ഈ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കും. പ്രത്യേകിച്ചും ഇന്ന് വാർത്തയിലേക്കിട്ട് ഇന്നലെ കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ തമ്മൻകുത്ത് എന്ന സ്ഥലത്ത് ഒരു പള്ളിയുടെ സ്ഥലത്തുണ്ടായിരുന്ന വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുരിശ് റവന്യൂക്കാർ പിഴുതുകൊണ്ട് പോയെന്ന് എന്ന് പറയുമ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത് എന്താണ് അല്ലേ. ഈ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് കുരിശ് കൊണ്ടുവന്നു നമ്മുടെ ഉള്ളിൽ. നമ്മൾ ഈ സാധാരണ പറയാറില്ലേ, കുരിശ് കണ്ടാൽ പേടിക്കുന്നത് പിശാചാണല്ലേ. കുരിശ് കണ്ടാൽ പിശാച് പേടിച്ച് നമ്മൾ പറയും, കുരിശ് കണ്ട പിശാചിനെ പോലെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ശരിക്കും സാത്താന ഭയമാണ് യഥാർത്ഥമായ കുരിശിന്. ഇപ്പൊ നമ്മളുടെ ഉള്ളിൽ, ഒരു ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ വിഷം നിറയ്ക്കാനായിട്ട് സാത്താൻ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ഈ കഷ്ടാനുവാഴ്ചയിലൂടെ, ദുഃഖവെള്ളിയാഴ്ചകളൊക്കെ കുരിശിന്റെ വഴിയിലൂടെ നാം കർത്താവിന്റെ വഴിയിലൂടെ നടന്ന് നമ്മൾ പറഞ്ഞു എന്താ, ഈശോയെ പരിശുദ്ധ ദൈവമാതാവല്ലേ, കർത്താവെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ ദൈവമാതാവെ അവിടുത്തെ പുത്രനായ ഈശോയുടെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നമ്മളന്ന് ഈ പ്രവൃത്തിയൊക്കെ സാത്താൻ ചെയ്യുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ യേശുവിന്റെ സ്നേഹം എടുത്തു മാറ്റി വെറുപ്പും വിദ്വേഷവും നിറയ്ക്കാൻ വേണ്ടി, ഈ കഷ്ടാനുഭവ ആഴ്ചയെ അശുദ്ധമാക്കാൻ വേണ്ടി സാത്താൻ പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മളിതിനെ കാണണം. നമ്മളുടെ ആത്മാവിന്റെ വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിലാണ് ഇതെല്ലാം. ആത്മീയമായിട്ടാണ് നമ്മൾ കാണേണ്ടത്, ഭൗതികമായിട്ടല്ല. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഈ ഹോസന്ന, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് സൈത്തിൻ കൊമ്പുകൾ അല്ലെങ്കിൽ കുരുത്തോല കയ്യിൽ ഏന്തി പോകുമ്പോൾ, ഇത് പണ്ടേ ദാവീദിലൂടെ പ്രവചിക്കപ്പെട്ടതാണ്. യേശുവിൻ്റെ ജനനത്തിന് 1000 വർഷം മുമ്പ് സങ്കീർത്തനം 118 അതേക്കുറിച്ച് പറയാം. ജെറുസലേം ദേവാലയം കർത്താവിനായി തുറക്കപ്പെടേണ്ട, അല്ലെ മനുഷ്യ ഹൃദയങ്ങൾ ദൈവത്തിനായി തുറക്കപ്പെടേണ്ടതിനെ കുറിച്ചുള്ളൊരു പ്രഖ്യാപനം. അന്നത് യേശുവിൻ്റെ കാലത്ത് ജെറുസലേം ദേവാലയമായിട്ടാണ് കണ്ടതെങ്കിൽ ഇന്ന് നമ്മുടെ ഉള്ളം ദൈവത്തിനായി തുറന്നു കൊടുക്കുന്ന, കാരണം നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവായിട്ട് വസിക്കുന്ന ഒരു ദൈവമാണ്. നമ്മളാണ് ദൈവാലയം. നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നമ്മുടെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യം പാപം മൂലം നഷ്ടപ്പെട്ടതിനെ അനുതാപത്തിലൂടെ, നല്ലൊരു കുമ്പസാരത്തിലൂടെ നമ്മൾ ഈ നോമ്പിലൂടെ കടന്നുപോയി. അല്ല, ആരോടും വഴക്കുണ്ടാക്കുകയില്ല, ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, സമാധാനത്തോടെ അല്ലേ നമ്മൾ പറയും, നമ്മൾ സമാധാനത്തോടെ ഇരുത്താൻ ആരും സമ്മതിക്കുകയില്ല എന്ന് ആ ഒരു രീതിയിൽ. കാരണം യേശുവിൻ്റെ കഷ്ടാനുഭവ ആഴ്ചയിൽ നടന്നത് എന്താ നമുക്കറിയാം. വലിയ അപ്പസ്തോലന്മാരും പരിശുദ്ധ അമ്മയും കർത്താവിൻ്റെ കൂടെ ഉണ്ടായ എല്ലാവരെയും ഹൃദയം തകർക്കുന്ന പ്രവർത്തികളാണ് ആ കഷ്ടാനുഭവാഴ്ചയിൽ നടന്നത്. ഇവിടെ സങ്കീർത്തനം 118 യേശുവിന്റെ ജനനത്തിന് 1000 വർഷം മുമ്പ് ദാവീദ് ഇങ്ങനെയാണ് പ്രവചിച്ചത്. നീതിയുടെ, സങ്കീർത്തനം 118:19 നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക, ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ. ഇതാണ് കർത്താവിന്റെ കവാടം. നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉത്തരമരളി, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടുത്തേക്ക് നന്ദി പറയും. അല്ലെ, യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനം പൗലോസ് പറഞ്ഞതിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 118
22 പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല്. യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു. യേശുവിനെ അവർ ദൈവം ഭൂമിയിലേക്ക് ഇറക്കിവിട്ട ദൈവത്തിന്റെ കുഞ്ഞാടായ, ഊനമില്ലാത്ത കുഞ്ഞാടായ യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു. പഴയ നിയമത്തില് ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനം പുറത്തു വരുമ്പോൾ അന്ന് രാത്രി, ആ പുറപ്പാടിന്റെ രാത്രിയിൽ കർത്താവ് അവരോട് പറഞ്ഞതായിരുന്നു, ഇന്ന് ഓരോ ഭവനത്തിനും ഒരു കുഞ്ഞാടുണ്ടായിരിക്കട്ടെ. ഓരോ ഭവനം ഒരു കുഞ്ഞാടിനെ കരുതി വെക്കണം. അതിനെ കൊന്നിട്ട് അതിന്റെ രക്തം വീടിന്റെ കട്ടിളപ്പടിയിന്മേൽ പുരട്ടിയിട്ട് അതിന്റെ മാംസം ചുട്ട് കയ്പ് നീരോടുകൂടി ഭക്ഷിക്കണം. അന്ന് പുറപ്പാടിന്റെ രാത്രിയാണ്. അടിമത്തത്തിന് സ്വാതന്ത്ര്യത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന രാത്രിയിൽ, അന്ന് പെസഹ രാത്രി. അന്ന് നമുക്കറിയാം, അന്ന് ഒരു ആട്ടിൻകുട്ടിയെ അവർ കരുതി വെച്ചിട്ട് അതിനെ കൊന്നിട്ട് അതിൻ്റെ രക്തമാണ് ആ വീടിൻ്റെ കട്ടിളപ്പടിയിന്മേൽ പുരട്ടിയത് കൊണ്ടാണ് സംഹാരദൂതൻ ഈജിപ്തിലൂടെ കടന്നുപോയപ്പോൾ ഈജിപ്തിലെ ആദിജാതന്മാരെ എല്ലാം വധിച്ചപ്പോൾ ഇസ്രായേലിൻ്റെ ആദിജാതന്മാർ സംരക്ഷിക്കപ്പെട്ടത് ആ വീട്ടിൻ്റെ കട്ടിളപ്പടിയിലുണ്ടായിരുന്ന ആ രക്തം കണ്ടുകൊണ്ട് ദൂതന്മാർ ആ വീടിൻ്റെ മുകളിലൂടെ ആ വീട്ടിലുള്ള ആരെയും ഉപദ്രവിക്കാതെ കടന്നുപോയി. അത് യഹൂദർ എന്നും പാസ് ഓവർ, the angel of death passed over our house, passed over. രക്തം കണ്ടുകൊണ്ട് ഇന്നും പാസ് ഓവർ ആയിട്ട് അത് യഹൂദർ ആചരിക്കുന്നുണ്ട്. നമുക്കിന്ന് പെസഹ ആയിട്ട് നമ്മൾ പെസഹ രാത്രി പെസഹ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഓർമ്മയാണ്. വിശുദ്ധ കുർബാന യേശു സ്ഥാപിച്ചതും പൗരോഹിത്യം സ്ഥാപിച്ചതും ഒക്കെ എന്നായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ ഇവിടെയും യേശുവിന്റെ ജനനത്തിന് 1000 വർഷം മുമ്പ് പ്രവചിച്ചതാണ്. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. വീണ്ടും പറയാണ് സംഗീതം 118:24, കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാം. അവിടെയാണ് ഹോസന്ന എന്ന് പറയുന്നത്. സംഗീതം 118:25, കർത്താവേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. അതാണ് ഹോസന്ന എന്ന്. കർത്താവേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ഹോസന്ന എന്ന വാക്കിന്റെ അർത്ഥം. കർത്താവേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ അല്ലേ. അവരെന്ന് യേശുവിനെ അല്ലേ, നമ്മൾ വായിക്കുമ്പോൾ അറിയാം, അവിടെ അവരുടെ വിലയേറിയ വസ്ത്രങ്ങളൊക്കെ വഴിയിൽ വിരിച്ചിട്ട് യേശു ഇരുന്ന കഴുതയ്ക്ക് അതിലൂടെ ചവിട്ടി നടന്നു പോകാനായിട്ട് അവർ വിലയേറിയ വസ്ത്രങ്ങൾ, നമ്മുടേതായിട്ടുള്ള വിലയേറിയതൊക്കെ, നമ്മുടെ ജീവിതത്തിലെ വിലയുള്ളതൊക്കെ യേശുവിന് മുമ്പിലേക്ക് അടിയറ വയ്ക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ഹോസന്ന ദിവസം, ഹോസാന ഞായറാഴ്ച. അവരുടെ വിലയേറിയ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു ആ കഴുത അതിൻ്റെ മുകളിലൂടെ ചവിട്ടി നടന്നു പോകാനായിട്ട് അല്ലേ. അവിടെ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഞങ്ങൾ കർത്താവിന്റെ ആലയത്തിൽ നിങ്ങളെ ആശീർവദിക്കും. കർത്താവാണ് ദൈവം, അവിടുന്നാണ് നമുക്ക് പ്രകാശം നൽകിയത്. അവിടെ പറയുന്നുണ്ട്, നമ്മളിന്ന് മരച്ചില്ലകൾ, അവിടെ നമ്മളിന്ന് കുരുത്തോലകൾ എന്തിയല്ലേ, തെങ്ങിന്റെ ഓലയൊക്കെ ആയിരിക്കും. നാട്ടിലിവിടെ പനയുടെ ആയിരിക്കും, അമേരിക്കയിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ പനയുടെ ആയിരിക്കാം, പല രീതിയിലാണ്. അവിടെ വചനം പറയുന്നതാണ് സംഗീതം 118:27, മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ, മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ, ബലിപീഠത്തെങ്കിലേക്ക് നീങ്ങുവിൻ. ദേവാലയത്തിന്റെ ഉള്ളിലേക്കാണ് ആ കുരുത്തോലയുമായി മുമ്പിൽ പുരോഹിതൻ അല്ലെ, വലിയ മുത്തുക്കൂടയുടെ ആ വലിയ വേറെ തുറക്കാത്ത ഒരു മുത്തുക്കൂട ഉണ്ടല്ലോ, അതിന്റെ വലിയ പിടിയുള്ള അതും ആവഹിച്ചുകൊണ്ട് പുരോഹിതന്റെ കൂടെ ആൾക്കാർ വന്നിട്ട് ബലിപീഠത്തെങ്കിലേക്ക് നീങ്ങുവിൻ, അങ്ങാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുക, അവിടുന്നാണ് എൻ്റെ ദൈവം അല്ലെ. ഇത് സങ്കീർത്തനം 24 പലപ്പോഴും നമ്മൾ ചിന്തിച്ചതാണ് അതേക്കുറിച്ച്. അവിടെ ഇങ്ങനെയാണ്, ഇന്ന് ഓശാന ഞായറാഴ്ച പ്രധാന ദേവാലയത്തിന്റെ മുൻവാതിൽ അടച്ചിട്ടിട്ട്, പ്രധാന വാതിൽ അടച്ചിട്ടിട്ട് ആ പ്രദക്ഷിണമായി വന്ന ആ വാതിലിൽ മുട്ടിക്കൊണ്ട് പറയുന്ന ഒരു, അതായത് നമ്മുടെ ഹൃദയകവാടത്തിൽ യേശു മുട്ടുന്നതിന്റെ പ്രതീകമാണ്. സംഗീതത്തിന് 24 ഇങ്ങനെ 7-8 വചനമാണ്. അവിടെ ആ പുരോഹിതൻ അല്ലെങ്കിൽ പാട്ടുകാർ പാടിക്കൊണ്ട് വരുന്ന ഇങ്ങനെയാണ്, വചനം വായിക്കുന്ന ഇങ്ങനെയാണ്, കവാടങ്ങളെ ശിരസ് ഉയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ദേവാലയത്തിലേക്ക്, ജെറുസലേം ദേവാലയത്തിലേക്ക് യേശു എന്ന് പ്രവേശിച്ചതുപോലെ നമ്മുടെ ദേവാലയത്തിലേക്ക് പ്രധാന വാതിൽ അടച്ചിട്ട് അകത്തുന്നത് പുറത്തു തൊട്ടുമ്പോൾ അകത്തുനിന്ന് തുറന്നു കൊടുത്തുകൊണ്ട് അതിലൂടെ പ്രദക്ഷിണമായി
നമ്മൾ വിശുദ്ധ ബലിവേദിയിലേക്ക് പ്രവേശിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിലേക്ക് കുമ്പസാരത്തിലൂടെ വിശുദ്ധീകരിച്ച് ഒരുങ്ങിയ നമ്മുടെ ആത്മാവിലേക്ക് ഈശോ എഴുന്നള്ളി വരട്ടെ. ഞങ്ങളുടെ ആത്മാവിൽ വന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ ആത്മാവിൽ അങ്ങ് വസിക്കണമേ. പ്രത്യേകിച്ചും സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ദൈവജനം പീഡിപ്പിക്കപ്പെടുമ്പോൾ നമുക്കിന്ന് ദൈവിക ശക്തി ആവശ്യമാണ്. നമുക്കിന്ന് സഹനശക്തി ആവശ്യമാണ്. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കും. സംഗീതം 24:7 മുതൽ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? പ്രബലനും ശക്തനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. അതെ, നമ്മുടെ ഹൃദയങ്ങളെ യേശുവിനായി ഭൂമിയിൽ വന്ന് നമ്മുടെ ഉള്ളിൽ രാജാവായി വാഴാനായിട്ട് അവർക്ക് അന്ന് മനസ്സിലാകാൻ പറ്റാതെ അന്ന് യഹൂദരുടെ രാജാവ് എന്നാണ് അല്ലേ ക്രൂശിന് മുകളിലൊക്കെ എഴുതി വെച്ചത്. യഹൂദരുടെ രാജാവാണെന്ന് ഇവൻ പറഞ്ഞു എന്ന് അങ്ങനെ എഴുതണമെന്നൊക്കെ പീലാത്തോസിന് അവർ ആവശ്യപ്പെട്ടു. യഹൂദരും ഇല്ല, ഇവൻ യഹൂദരുടെ രാജാവ് എന്നാണ് യേശുവിന്റെ കുരിശിന്റെ മുകളിൽ എഴുതി വെക്കപ്പെട്ടത്. അതിനുള്ളത് നമ്മുടെ ഹൃദയത്തിന്റെ രാജാവായിട്ട് അല്ലേ, അവൻ രാജാവാണ്. അവന് യേശു ഉപയോഗിക്കില്ല. പീലാത്തോസ് നീ രാജാവാണോ? അതെ, യേശുവിനറിയാം ഭൂമിയിലെ ഒരു രാജാവാണെന്ന് യേശു പറയാൻ ഇഷ്ടപ്പെട്ടില്ല. നീ തന്നെ പറയുന്നതല്ലേ എന്ന് ചോദിച്ചു. അതെ, യേശു ഞാൻ ഇത് ആത്മാക്കളുടെ രാജാവാണ്, മനുഷ്യ ഹൃദയങ്ങളിലെ രാജാതിരാജൻ, ആത്മാവിന്റെ ഉള്ളിൽ രാജാതിരാജനായി വാഴേണ്ടവനാണ് എന്നാണ് യേശു മനസ്സിൽ കണ്ടത്. അതെ, ഇന്ന് നമ്മൾ ഈ ഓശാന ഓർക്കും പ്രത്യേകം പറഞ്ഞ് ഇന്ന് സാത്താൻ അവിടെ ഇവിടെയും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സമാധാനം കെടുത്തരുത്. നമ്മുടെ ഉള്ളിൽ സമാധാനം നിലനിർത്തണം. കാരണം നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ ശക്തിയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുക. അതെ, ഇന്നത്തെ 2 വായനയിൽ ഇന്നും ദീർഘമായ ലത്തീൻ കുർബാനയിൽ ദീർഘമായൊരു വായനയാണ്. യേശുവിൻ്റെ അന്ത്യത്താഴത്തെക്കുറിച്ചൊക്കെയുള്ള വായനയാണ്. ഇന്ന് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ നിന്നാണ്. അതായത് യേശുവിൻ്റെ എളിമയെക്കുറിച്ചാണ്, താഴ്മയെക്കുറിച്ചാണ്. നമ്മളും എന്തുമാത്രം താഴേണ്ടിരിക്കും. നമുക്ക് വേണേൽ ബഹളം വയ്ക്കാം അല്ലേ, നമുക്ക് വേണേൽ പത്രോസ്, ഇന്ന് നമ്മൾ കാണുന്ന യേശു അത് കഴിഞ്ഞ് ഗത്സമന തോട്ടത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ യൂദാസ് ഒറ്റിക്കൊടുക്കുവാനായിട്ട് 30 വെള്ളിക്കാശിന് വേണ്ടി പട്ടാളക്കാരുമായിട്ട് വരുമ്പോൾ യേശുവിനെ ചുംബിച്ചുകൊണ്ട് ഗുരുവേ സ്വസ്തി എന്ന് പറയുമ്പോൾ, നമ്മൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് വേണേൽ എതിർക്കാം പല രീതിയിൽ അല്ലേ. അന്ന് ശിഷ്യന്മാരത് പത്രോസ് അവർ ചോദിച്ചു, കർത്താവേ, യേശുവിനെ അവർ പിടിക്കാൻ വന്നപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ വാളെടുത്ത് അവനെ വെട്ടട്ടെയോ എന്ന്. പത്രോസ് എന്നാ പറഞ്ഞ, ഒരുവൻ വാളെടുത്ത് വെട്ടിയെന്നാ പറഞ്ഞത്. പ്രധാന സൈന്യാധിപന്റെ അല്ലെങ്കിൽ ഒരു വേലക്കാരന്റെ ചെവി അറ്റുപോയി. യേശു അവിടെ ആ ചെവി അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് അവനെ തന്നെ ഒറ്റുകൊടുക്കാൻ വരുന്നവർക്ക് വേണ്ടി തന്നെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന അറസ്റ്റ് ചെയ്യാൻ വന്നവരുടെ ചെവി ഛേദിച്ചു പോയത് യേശു ആ ചെവി സുഖപ്പെടുത്തി എന്നാണ് നമ്മൾ വായിക്കുക. അതാണ് ക്രിസ്തുവിന്റെ മനോഭാവം. നമ്മളത് വിട്ടിട്ട് ഇന്ന് പ്രതിഷേധവും ഒക്കെ കുഴപ്പമില്ല. പക്ഷെ അത് പത്രോസ് ചെയ്താണ്. പത്രോസ് വാളെടുത്ത് വെട്ടി എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞു, എന്താ, നിന്റെ വാൾ നിന്റെ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാലെ നശിക്കുമെന്ന്. യേശു ഈ ലോകത്തിൽ വന്നത് പറയുന്നില്ലേ, എനിക്ക് വേണമെങ്കിൽ എൻ്റെ സ്വർഗസ്വനായ പിതാവിനോട് ചോദിച്ചാൽ എത്രയോ കോടി മാലാക വൃന്ദങ്ങളെ ദൂതഗണങ്ങൾ എനിക്ക് വേണ്ടി അല്ലേ. അന്ന് എലീഷായുടെ കാലത്ത് എലീഷായെ സിറിയ രാജാവ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ആ പ്രദേശം മുഴുവനും സ്വർഗത്തിൽ ഇറങ്ങുന്ന ആഗ്നേയ അശ്വാരൂഢന്മാർ ഇറങ്ങി നിൽക്കുന്നത് വേലക്കാരൻ്റെ കണ്ണു തുറന്ന് കണ്ടതുപോലെ വേണമെങ്കിൽ ആ കർത്താവാണിത്. ഇപ്പോൾ അന്ന് എലീഷ പ്രവാചകനെ രക്ഷിക്കാൻ ദൂതന്മാരെ അയച്ചു കൊടുത്ത കർത്താവാണ് ഇപ്പോൾ മനുഷ്യനായ ഭൂമിയിൽ വന്നിരിക്കുന്നത്. നമ്മളിത് അറിയണം പ്രിയമുള്ളവരെ. നമുക്ക് സഹനമുണ്ട്, പീഡയുണ്ട്. ഇതാണ് പൗലോസ് പറഞ്ഞ് ഇന്ന് ഫിലിപ്പിയർ 2 വായന ആഗോള സഭയിലെ യേശുക്രിസ്തുവിന് ഫിലിപ്പിയർ 2:5 യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മാറ്റം, ഇതാണ് മാനസാന്തരം. മാനസാന്തരപ്പെടുന്ന യേശു നമ്മൾ കുമ്പസാരിച്ച് ഇതിനു വേണ്ടിയല്ലേ. ഇനി ആരോടും വഴക്കുണ്ടാക്കില്ല, നീ ആരെയും ചീത്ത പറയില്ല എന്നൊക്കെ നമ്മൾ കുമ്പസാരത്തിൽ എടുത്ത തീരുമാനമുണ്ടല്ലോ. ഈശോയെ ആത്മാവിൽ സ്വീകരിക്കാനായിട്ട് ഒരുക്കത്തിൽ യേശുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി
തന്നെ തന്നെ താഴ്ത്തി. യേശുവിന്റെ സഹനങ്ങളൊക്കെ അവൻ തന്നെ തന്നെ വരുത്തിയതാണ്. യേശുവിന്റെ സഹനങ്ങളൊക്കെ അവൻ തന്നെ തന്നെ സ്വീകരിച്ചതാണ്. അത് മറ്റാരുമല്ല. യൂദാസ് ഒറ്റിക്കൊടുത്തത് കൊണ്ടോ പ്രധാന പുരോഹിതന് മരണത്തിന് വിധിച്ചത് കൊണ്ടോ ഒന്നുമല്ല. പീലാത്തോസ് വിധിവാചം ഉച്ചരിച്ചുകൊണ്ടോ ഹെരോദോസ് അവനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോയതുകൊണ്ടോ അല്ലെങ്കിൽ ആജ്ഞ കൊടുത്തുകൊണ്ടൊന്നും അവൻ തന്നെ തന്നെ ഈ ഭൂമിയിലെ മനുഷ്യനായി വന്നുകൊണ്ട് കുരിശിൽ മരിക്കണമെന്നുള്ള തീരുമാനത്തിൽ വന്നതുകൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കണം, അവൻ തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. ഇന്ന് എല്ലാ അധികാരം സംഗീതം 110 പറയുന്ന പോലെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ സകല ശത്രുക്കളെയും നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുക. ഇന്ന് നമ്മൾ ഈ 2025 വർഷങ്ങൾക്ക് ഇപ്പുറം ചിന്തിക്കുമ്പോൾ യേശു അധികാരത്തോടെ വാഴുന്നവനാണ്. ആര് കുരിശ് കൊണ്ട് പള്ളി പൊളിച്ച് ജെറുസലേം ദേവാലയം എത്ര പ്രാവശ്യം തകർക്കപ്പെട്ടു. അതിനെതിരെ ഒന്നും കർത്താവ് പോലും പറഞ്ഞില്ല. ഈ ജെറുസലേം ദേവാലയം ഇത് തകർക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞില്ല, നിങ്ങളിത് തകർക്കപ്പെടാതിരിക്കാൻ നീ ചുറ്റും കാവൽ നിൽക്കണമെന്ന് പറഞ്ഞില്ല. കാരണം അതല്ല, നമ്മുടെ ഉള്ളിലാണ്. അല്ലേ, ആ ഇടുക്കിയിലെ ഒരു കുരിശ് ഇന്ന് പൊക്കിക്കൊണ്ട് പോയെങ്കിൽ പൊക്കോട്ടെ, അവർക്ക് ഒരു കുരിശ് കിട്ടട്ടെ. നമ്മുടെ ഉള്ളിൽ ആ കുരിശ് പതിപ്പിച്ചുറപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആത്മാവിൽ യേശുവിൻ്റെ പീഡാസഹനമാകുന്ന ആ വേദനയുടെ കർത്താവിൻ്റെ സഹനം, കുരിശൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. നമ്മുടെ ഉള്ളിൽ സാത്താൻ ഈ വിശുദ്ധ വാരത്തെ അശുദ്ധമാക്കാൻ വേണ്ടി സാത്താൻ ശ്രമിക്കുകയാണ്. നമ്മളത് അറിയണം. ഇത് മനുഷ്യരൊന്നുമല്ല. അതുകൊണ്ടാണ് ഈശോയെ കുറിച്ച് പറയുന്നില്ല, അവൻ തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായി. ഇന്ന് എല്ലാവരും ഭയപ്പെടുന്ന ഒരു നാമം തന്നെ, നമ്മളത് സംശയിക്കരുത്. അല്ലേ, തന്നെ ആകയാൽ ദൈവം എല്ലാ നാമങ്ങൾക്കും ഉപരിയായി ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്നതും അല്ലെ. ഇതെന്താ പറഞ്ഞത്? യേശുനാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ്. അത് ദൈവം ഓൾറെഡി ചെയ്തു കഴിഞ്ഞതാണ്. ഉള്ളവരെ, ഒരു കുരിശു പോയതുകൊണ്ടൊന്നും യേശുവിന്റെ മഹത്വമൊന്നും പറയാൻ പോകുന്നില്ല. നമുക്കാണ് നമ്മളെ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ നിന്നകറ്റി വെറുപ്പും വിദ്വേഷവും നമ്മുടെ ഉള്ളിൽ കയറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെന്താ ഈശോ പറഞ്ഞ വാക്കുണ്ടല്ലോ ഇപ്പോൾ മത്തായി 5-ാമത്തെ അധ്യായം, ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ കഷ്ടാനുഭവ സമയത്ത് ഈ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ നാം ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്യാൻ പോകുന്നതാണ്. കുരിശിൽ യേശു ലൂക്ക 23:34 ഈശോയെ കുരിശിൽ നിറയ്ക്കുമ്പോൾ, പിതാവേ അപ്പാ അവരോട് ക്ഷമിക്കണേ അപ്പാ, അവരെന്നെ ക്രൂശിക്കുകയാണ്, അവരെന്നെ ഉപദ്രവിക്കുകയാണ്, അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയില്ല അപ്പാ, അവരോട് ക്ഷമിക്കണമേ. ഉള്ളവരെ, നമ്മൾ ഇന്നും പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങളെ മത്തായി 5:4 ശത്രുക്കളെ സ്നേഹിക്കുന്നു ഞാൻ ഇപ്പോൾ പലപ്പോഴും ഓർപ്പിച്ചു. ആരും ആയിക്കോട്ടെ, കുരിശ് പറിച്ചവരും പള്ളി തകർത്തവരും ഒക്കെ അവരുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആത്മാവിനെ കൂടി രക്ഷിക്കാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആരും നിങ്ങളെ പീഡിപ്പിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, കാരണം അവരുടെ ഉള്ളിൽ തിന്മയാണ് അതുകൊണ്ട് പ്രവർത്തി. അതുകൊണ്ട് നിങ്ങൾ ഞാനത് പറയും, നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ കേരളത്തെ ഭരിക്കുന്ന ആരാന്ന് നോക്കി, ദൈവം ഇല്ല എന്ന് പറയുന്ന, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തെ ഇന്ന് ഭരിക്കുന്നത് ദൈവം ഇല്ല എന്ന് പറയുന്ന സർക്കാർ. എന്നോർത്ത് നോക്കി, എന്തൊരു വിരോധാഭാസമാണല്ലേ. നമ്മളെവിടെയാണ് അത് സാത്താൻ പ്രവർത്തിക്കുന്ന ഒരു മേഖല. ജെറുസലേം യേശുവിൻ്റെ അല്ലേ, ജെറുസലേമിലാണ് യേശു പീഡിപ്പിക്കപ്പെട്ടത്. ഇല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുന്നത് ജെറുസലേമിലാണ്. സാത്താന്മാരുടെ കൂട്ടമെല്ലാം അവിടെയാണ്. ഞാൻ പറയും, ഇന്ത്യയിലെ കേരളത്തിലെ പോലെ ദൈവവിളി ഉണ്ടായ ഒരു സ്ഥലം ലോകത്തിലെങ്ങുമില്ല. പ്രത്യേകിച്ചും പാലാ രൂപത എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, ഏറ്റവും കൂടുതൽ ദൈവവിളി ഉണ്ടായിട്ട് സ്ഥലമാണ്. അവിടെ സാത്താൻ കൂട്ടം കൂടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നമ്മൾ അങ്ങനെ ആ രീതിയിലാണ് അതിനെ കാണേണ്ടത്. അതുപോലെ തന്നെ ഭാരതമേ നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളുടെ നന്ദി മാർപ്പാപ്പ പറഞ്ഞ ആ മേഖല ക്രിസ്ത്യാനികളെ എതിർക്കുന്ന ഒരു ഭരണകൂടമാണ് കേന്ദ്രത്തിലുള്ളതെങ്കിലും അവിടെയും നമ്മൾ കാണേണ്ടത് നമ്മളുടെ പ്രാർത്ഥന ആവശ്യമുള്ളത് കൊണ്ടാണ്. അല്ലേ, ഞാൻ പറഞ്ഞു, റഷ്യയുടെ ഭാഗമായിരുന്ന യുക്രൈന് മാറിയപ്പോൾ ഇന്ന് റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പല കാര്യങ്ങളും കാണാം. പക്ഷെ ആത്മീയമായിട്ട് ഞാൻ പറയുകയാണ്, റഷ്യയിലുള്ളവർക്ക് വേണ്ടി, റഷ്യക്ക് വേണ്ടി യുക്രൈനുള്ള ക്രിസ്ത്യാനികൾ വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കാൻ മറന്നുപോയിക്കാണ് ഒരു പക്ഷേ.
കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ, കത്തോലിക്കര് ക്രിസ്ത്യാനികളെ, നമ്മളെ ഭരിക്കുന്ന, നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പലപ്പോഴും സാത്താൻ നമ്മുടെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവും ഒക്കെ നമ്മൾ ആ രീതിയിലാണ് കാണുന്നത്. അത് അവിടുന്ന് മാറി നമ്മൾ ഈ നോമ്പ് കാലത്ത് അവർക്ക് വേണ്ടി ഹൃദയം, ദൈവമേ ഇവിടെ ഭരിക്കുന്ന ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നാളുകളായി ഞങ്ങളെ ഭരിക്കുന്ന ഇവർക്ക് ദൈവമേ അങ്ങയുടെ ഒരു അനുഭവം കൊടുക്കണമേ, അവരെ അനുഗ്രഹിക്കണം. അവർക്ക് അറിയില്ലല്ലോ കർത്താവ്, ഇത് ആരാണെങ്കിലും എന്താണെങ്കിലും. ഞാൻ ആരെയും വിധിക്കുകയല്ല, ഉള്ള കാര്യം പറയാം. രാഷ്ട്രീയ പാർട്ടിക്കാരെയും ഒന്നും പറയല്ല കേട്ടോ. ഇത് ദൈവമില്ലാത്ത, ദൈവത്തെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ദൈവമുണ്ടെന്ന് ഏറ്റവും കൂടുതൽ ധ്യാനങ്ങൾ നടക്കുന്ന, ഇത്രയും മാത്രം ധ്യാന കേന്ദ്രങ്ങളും ധ്യാനമുള്ള ഒരു സ്ഥലത്ത് ഇത്രമാത്രം പ്രാർത്ഥിക്കാനായി ദൈവം അനേകതകളെ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇനിയും പ്രാർത്ഥിക്കാനായി മറന്നുപോയി. നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നുപോയി. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, അല്ലേ? നമ്മുടെ എല്ലാ ധ്യാനങ്ങളും നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നെ കേരളം അല്ലെങ്കിൽ കേരള സഭ ഇനിയും പ്രാർത്ഥിക്കേണ്ട, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കേണ്ട, ദൈവമേ ഞങ്ങളെ ഭരിക്കുന്നവരെ നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അത് കേരളത്തിലും കേന്ദ്രത്തിലും ഒക്കെ നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുന്ന ഒരു യഥാർത്ഥം ആത്മാർത്ഥമായി. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം വെറുപ്പും വിദ്വേഷവും സാത്താൻ നിറയ്ക്കുമ്പോൾ, സാത്താന്റെ പദ്ധതി ഇതാണ്: നമ്മളാരും പ്രാർത്ഥിക്കരുത്, സ്നേഹത്തോടെ ക്ഷമയോടെ പ്രാർത്ഥിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, യുക്രൈനെ റഷ്യ ആക്രമിച്ചതിന്റെ കാരണം പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അതായത് റഷ്യയില് കുർബാനയില്ല, ദൈവമൊന്നുമില്ല, കമ്മ്യൂണിസമാണ്. പക്ഷെ യുക്രൈനിൽ അനേക ക്രിസ്ത്യാനികളുണ്ട്, അനേക ബലി നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് യുക്രൈനെ റഷ്യ ആക്രമിക്കുമ്പോൾ ഈശോ പറഞ്ഞ വാക്ക്: നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ ശപിക്കരുത്, അവരെ അനുഗ്രഹിക്കുവിൻ. തീർച്ചയായിട്ടും ആയുധം കൊണ്ട് കുറെ നാളായി യുദ്ധം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇതൊരു ആത്മീയ സമരമാണ്. ഇത് അനേക ഇടങ്ങളിലുണ്ട്. നമ്മൾ പൗലോസ്ലീയ എഫേസുസ് അല്ലെ 6 പറഞ്ഞൊരു ആത്മീയ, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ, സാത്താന്റെ കുഴിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ രാഷ്ട്രീയമായിട്ടല്ല, നമ്മുടെ ആത്മീയമായി കാണുന്ന ഇതിനെ, നമ്മളെ ആത്മീയമായി യേശു ക്രിസ്തുവിനോട് ഇന്ന് നമ്മൾ ഹോസന്ന എന്ന് പറയുമ്പോൾ, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവേ എല്ലാ മനുഷ്യരെയും രക്ഷിക്കണമേ, ദൈവത്തെ അറിയാത്തവരെ രക്ഷിക്കണമേ എന്നാണെന്ന്, അല്ലേ? നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വരണം പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ എല്ലാ, അല്ലേ, കർത്താവിൻ്റെ, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കെതിരായിട്ടോ രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ടോ അല്ല നമ്മൾ പടപെട്ടുന്നത്. പിന്നെയോ എന്താണ്? പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്, സാത്താനാണ് അന്ധകാരം, അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ, പള്ളിയുടെ ദേവാലയത്തിന്റെ ബലിവേദിയിൽ കയറി നിന്ന് ബഹളം വയ്ക്കുന്ന ദുരാത്മാക്കളുണ്ടെന്ന് ലോകമെമ്പാടുണ്ട്, കേരളത്തിലുണ്ട്. അതിനോട് പോരാടാൻ രാഷ്ട്രീയം കൊണ്ട് ശരിയാകത്തില്ല, കരബലത്താലല്ല, സൈന്യബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ് എന്ന് സക്രിയ പ്രവാചകൻ അളിച്ചത് ആ മേഖല. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ, തിന്മയുടെ ദിനത്തിൽ ചേർത്ത് നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും എങ്ങനെ നിങ്ങൾക്ക് സാധിക്കും? അതിനാൽ സത്യം കൊണ്ട്, ഇതാണ് ആയുധങ്ങൾ. എഫേസ്യസ് 6:14 സത്യം കൊണ്ട് അരമുറുക്കി. ഒരു റോമൻ പടയാളി പണ്ട് കണ്ടിറങ്ങി, ഇരുമ്പ് ചട്ടയാണിഞ്ഞ റോമൻ പടയാളി, ആ ഒരു രൂപം മനസ്സിൽ കണ്ടു. അന്നത്തെ രൂപത്തിലാണ് പൗലോസ് പറഞ്ഞത്, സത്യം കൊണ്ട് അരമുറുക്കിയും. ബെൽറ്റ്, അല്ലെ, നമ്മുടെ ബെൽറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ താഴത്തെ പാൻറ് ഊരിപ്പോകും ഓടുമ്പോൾ, അല്ലെ, ആക്രമിക്കുമ്പോൾ. അതുകൊണ്ട് സത്യം കൊണ്ട് ബെൽറ്റ് ആക്കി, നമ്മൾ നീതിയുടെ കവചം, നമ്മുടെ ബ്രസ്റ്റ് പ്ലേറ്റ് ആയിട്ട്, അല്ലെ, ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ നീതി പ്രവർത്തിക്കാൻ, ദൈവകൽപ്പനകൾ പാലിക്കാൻ, നീതി, മനുഷ്യരോടും ദൈവത്തോടും നീതി പാലിക്കുന്നവരായി തീരാൻ നീതിയുടെ ബ്രസ്റ്റ് പ്ലേറ്റ് അല്ലെങ്കിൽ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിലുള്ള ഒരുക്കമാവുന്ന പാദരക്ഷ, അതായത് നമ്മുടെ ബൂട്ട്, ഈ ചെളിയിലൂടെ പോകുമ്പോൾ ബൂട്ടില്ലാതെ എങ്ങനെയാ പോകുന്നത്? സമാധാനത്തിനുള്ള, അല്ലെ, സമാധാന ഹൃദയത്തില് എല്ലാവരോടും സമാധാനം ക്ഷമിക്കുവാനുള്ള, ഏത് പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള ബോധ്യം സമാധാന ഹൃദയത്തിലുണ്ടാകുന്നത് നമ്മുടെ കാലിലിടുന്ന ബൂട്ട് പോലെയാണത്. ഒരു പട്ടാളക്കാരൻ്റെ കാലിലുള്ള ബൂട്ട് പോലെയാണ്. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള, അല്ലെങ്കിൽ കർത്താവിന്റെ വചനം പ്രഘോഷിക്കുവാനായിട്ട് സമാധാനത്തില്, സഭ സമാധാനത്തിലായിരുന്നുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ.
അതിനുവേണ്ടി അങ്ങേയറ്റം കഷ്ടപ്പെടാനും പിടിച്ചു നിൽക്കാനായിട്ട് സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് സമാധാനത്തിൽ ആരോടും വാശിയോ വൈരാഗ്യത്തിലുമല്ല. അതാണ് നമ്മുടെ കാലിലെ ബൂട്ട്. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസം, വിശ്വാസമാകുന്ന പരിചയം. എന്താ വിശ്വാസം? യേശു കാൽവരിയിൽ എല്ലാ തിന്മയുടെ ദുരാത്മാക്കളെ പരാജയപ്പെടുത്തി കഴിഞ്ഞതാണ്. ഇത് നമ്മുടെ ആരുടെയും പ്രവൃത്തിയല്ല. എഫെസസ് 2 വിശ്വാസം വഴി കൃപയാലാണല്ലോ നമ്മൾ രക്ഷപ്പെട്ടത്. കൃപ യേശുക്രിസ്തുവിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തിയാണ് കൃപ. ഗ്രേസ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. അത് ആ വിശ്വാസം. യേശു സാത്താനെ നമുക്ക് വേണ്ടി പരാജയപ്പെടുത്തി കഴിഞ്ഞാണ് ഇന്നും കർത്താവാണ് സഭയെ നയിക്കുന്നത് എന്നുള്ള മറ്റൊന്നുമല്ല. നമുക്ക് സഭയുടെ സ്വത്തോ ആളിൻ്റെ എണ്ണമോ ഇടവകകളുടെ എണ്ണമോ മെത്രാന്മാരുടെ എണ്ണമോ ലോകമോ അതൊന്നുമല്ല. യേശുക്രിസ്തു നമ്മളെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ മൂലക്കല്ല്. എല്ലാവരും തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി ക്രിസ്തു തന്നെയാണെന്ന് സഭയെ നയിക്കുന്നവൻ ആത്മാവായി കുദാശിയായി വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായി നമ്മെ നയിക്കുന്നു എന്നുള്ള നല്ലൊരു ബോധ്യം, ഉത്തമ ബോധ്യമാണ് വിശ്വാസം. വിശ്വാസത്തിന്റെ അതായത് നമുക്കറിയാലേ, ഈ അമ്പ് വരുമ്പോൾ തടയുന്നത് കയ്യിലുള്ള ആ പരിചയം കൊണ്ടല്ലേ, അല്ലെ വാള് കൊണ്ട് വെട്ട് വരുമ്പോൾ തടയുന്നത് പരിചയം കൊണ്ടാണ്. സാത്താൻ ആക്രമിക്കുമ്പോൾ തടയാനായിട്ട് നമുക്ക് വിശ്വാസമാകുന്ന പരിചയം വേണം പ്രിയമുള്ളവരെ. പിന്നെ പറയാണ് രക്ഷയുടെ പടത്തൊപ്പി. അതായത് ഞാൻ പറഞ്ഞ പോലെ വിശ്വാസത്തിന്റെ ഭാഗമാണ് രക്ഷ. യേശുക്രിസ്തുവിന്റെ നമ്മുടെ പടത്തൊപ്പി എന്ന് പറയുമ്പോൾ ഹെൽമറ്റ് തലയ്ക്ക് വെട്ടുകൊണ്ടാ പിന്നെ തീർന്നില്ലേ. അതുകൊണ്ട് നമ്മുടെ തലച്ചോറിന് ക്ഷതമേക്കാതിരിക്കാനായിട്ട് നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ ബുദ്ധിയിൽ അന്ധകാരം വ്യാപിക്കാതെ യുക്തിയും ബുദ്ധിയും ലോകമോഹങ്ങളും ലോകത്തിന്റെ രാഷ്ട്രീയവും ശാസ്ത്രീയമായിട്ടുള്ള ഒന്നുമല്ല തലയിൽ കയറ്റേണ്ടത്. പിന്നെയോ തലയിലെ രക്ഷ, യേശുക്രിസ്തുവിനുള്ള രക്ഷ. ഒരുവനും രക്ഷയില്ല. ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തു അല്ലാതെ മറ്റാർക്കും സാധിക്കില്ല എന്നുള്ള ആ രക്ഷയുടെ ബോധ്യം നമ്മുടെ തലച്ചോറിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മുടെ തലയിൽ വെക്കുന്ന പടത്തൊപ്പി, ഹെൽമറ്റ്. വീണ്ടും ദൈവവചനമാകുന്ന ഡിഫൻസീവ് ആൻഡ് ഒഫൻസീവ്. ഏറ്റവും നമ്മുടെ കയ്യിൽ തിരിച്ച് അങ്ങോട്ട് വെട്ടുവാനായിട്ട് യേശു സാത്താനോട് പോരാടാൻ വചനമാണ് എടുത്തത്. ഇത്രയും നേരം പറഞ്ഞതെല്ലാം ഡിഫൻസീവ് ആയിരുന്നെങ്കിൽ ഇനി ഒഫൻസീവായിട്ട് എന്താ? ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുവിൻ. നമ്മുടെ പ്രവൃത്തി സംസാരമെല്ലാം ദൈവവചനത്തിൽ അധിഷ്ഠിതമായിരിക്കട്ടെ. ദൈവവചനമാകുന്ന വാളാണ്. പത്രോസ് എടുത്തത് പത്രോസിന്റെ ഉറയിലിട്ടിരുന്ന ഇരുമ്പ് വാളാണ്. പത്രോസ് ഈശോ പറഞ്ഞത് അത് ഉറയിലിട, അവിടെ ഒരു പ്രയോജനമില്ല. നമ്മളോടൊന്ന് പറയേണ്ട പൗലോസ് അപ്പോസ്തലൻ ദൈവവചനം നമ്മൾ പാലിക്കാൻ ഇതിൻ്റെ ഇടയിൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ സമന്വയത്തോടെ നിൽക്കുവാനായിട്ട് ഇവിടെയാണ് യേശുവിൻ്റെ മനോഭാവം. അത് യേശു സുവിശേഷത്തിൽ നിന്ന് നമുക്ക് വായിക്കുന്ന 19 ലൂക്ക 19 അറിയാം. അവനിത് പറഞ്ഞ ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു. ഈ കഷ്ടാനുഭവത്തിലേക്കുള്ള യാത്രയാണ് ഈശോ. ഒലിവുമലയ്ക്കരികെയുള്ള ബെത്ഫഗ, ബദാനിയ എന്നീ സ്ഥലങ്ങളിലെ സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ, കുതിരയല്ല കഴുതക്കുട്ടിയെ, എളിമയോടുകൂടി. പ്രിയമുള്ളവരെ, ഞങ്ങളിലേക്ക് വിടുമ്പോൾ നമുക്കറിയാം വരുന്ന വഴിക്ക് ജനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലുള്ളതെല്ലാം കർത്താവിനും, നമ്മുടെ സ്വത്തും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ പ്രാവിഡിയും എല്ലാം കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് അടിയർ വെക്കാൻ അവനതിൻ്റെ മേൽ ചവിട്ടി നടന്നു പോകട്ടെ. കർത്താവ് അധികാരം ഏറ്റെടുക്കട്ടെ നമുക്കുള്ളതിൻ്റെ എല്ലാം മേലെ. അവർ തങ്ങളുടെ വിലയേറിയ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വസ്ത്രങ്ങൾ വിരിച്ചു. അവനെ യേശുവിനെ ഇരുത്തി. അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവന് കടന്നു പോകാൻ നമ്മുടെ ഹൃദയവാതിൽ തുറക്കാൻ. അവിടുത്തെ നമുക്കറിയാം ഈശോ അത് കഴിഞ്ഞ് ഇന്നത്തെ വായനയുടെ ഭാഗം നാളെ ദേവാലയ വിശുദ്ധീകരണമാണ്. അപ്പോൾ ദേവാലയത്തിലേക്ക് യേശു ദേവാലയ വിശുദ്ധീകരണമാണ്. നമ്മുടെ ഉള്ളം സാത്താൻ വസിക്കാനുള്ള അല്ലേ, അവിടെ ഇവിടെയും കുരിശ് വിളിക്കുന്ന പള്ളി വിളിക്കുന്ന കൊണ്ട് ദേഷ്യം കൊണ്ട് നിറഞ്ഞുകൊണ്ട് സാത്താന്റെ ആലയമായി തീരാനുള്ളതെല്ലാം യേശു ദേവാലയത്തിലേക്ക് കയറി ചെന്ന് അവിടെ അനന്തര ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു: എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി. സാത്താൻ നമ്മുടെ ഉള്ളങ്ങളെ, നമ്മുടെ ആലയങ്ങളെ ഗുഹയാക്കി, കവർച്ചക്കാരുടെ കച്ചവട സ്ഥലമാക്കി നമ്മുടെ ആത്മാവിനെ മാറ്റിയെങ്കിൽ അവിടെ പറയാണ്, എനിക്ക് അവിടെ വസിക്കേണ്ടതാണ്. നിങ്ങളുടെ ഈ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും.
അതെ, നമ്മുടെ ആലയം, നമ്മുടെ ഉള്ളം, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെന്നും അറിയുന്നില്ലയോ? 1 കൊറിന്തോസ് 3-ാമത്തെ അധ്യായത്തിലും 1 കൊറിന്തോസ് 6-ാമത്തെ അധ്യായത്തിലും പൗലോസിലെ ഓർപ്പിച്ച വാക്യമാണ്. നമ്മൾ ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. പ്രിയമുള്ളവരെ, അവനോടൊപ്പം ആയിരിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സഹനമുണ്ട്. വാളെടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഇതിലൂടെ കടന്നു പോകേണ്ടതാണ്. ഇത് നമുക്കുള്ള ഈ ആഴ്ച നമ്മുടെ ഹൃദയം കഷ്ടതയിലും പിടിച്ചു നിൽക്കാനായിട്ട് കർത്താവിൻ്റെ കാൽവരിയിൽ അവിടുന്ന് വിജയം നേടി, നമ്മളതിൻ്റെ ഓർമ്മയാണ് ഇപ്പോൾ. അവൻ വിജയിച്ചു കഴിഞ്ഞതാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, തിരുസഭയിലും ഞങ്ങൾ ഓരോരുത്തരിലും വസിച്ചുകൊണ്ട് തിന്മയുടെ ശക്തികളെ നേരിടാൻ ആത്മീയ ശക്തി, എളിമയും വിനയവും വിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ പരമാ ദീപകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹോശാന. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.